അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ലോൺ വോൾഫ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഡബ്ല്യു വെച്ച് കാണുന്ന സ്കോർ. നമ്മൾ നേരെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഇട്ട് അങ്ങോട്ട് കയറുന്നു. മോൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. നമുക്ക് അടിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് കിട്ടണം. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് കയറി. രണ്ടാമത്തെ ഇറ്റ് ജസ്റ്റ് മിസ് കുടുങ്ങിയില്ല. പിന്നെ മൂന്നാമത്തെ ഇറ്റ് അതും കുടുങ്ങി. അപ്പം നമ്മളൊരു റൗണ്ട് കമ്പാക്ക് പറ്റുമോ അറിയില്ല. ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ട് കാണാം. രണ്ടാമത്തെ റൗണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കുറച്ച് സ്കിപ്പ് നമ്മൾ നേരെ നമ്മളെ എബിലിറ്റി കൊണ്ട് കയറി. നേരെ കയറുമ്പോൾ ഉണ്ടാവും ഒരുത്തൻ ചാടി പോകുന്നത്. ഒന്നും നോക്കിയില്ല, UMP വെച്ച് ഡ്രാഗ് ചെയ്ത് തല ഓടിച്ചു കൊടുത്ത്. ഇനി മൂന്നാമത്തെ റൗണ്ട് എന്താ വന്ന് കണ്ടറിയണം. മൂന്നാമത്തെ റൗണ്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത്, കാരണം ബാക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡാമേജ് നന്നായി ഡാമേജ് വന്നിട്ടുണ്ട്. നേരെ മാക്ടർ വെച്ച് നല്ല ഡ്രാഗ് കൊടുക്കാൻ നോക്കി. ഹെഡ് മാത്രം കയറിയില്ല, അത്യാവശ്യം നല്ല ഡാമേജ് എടുത്തു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പട്ടം കറങ്ങും. നമ്മളങ്ങനെ ഹെൽത്ത് അടിക്കുകയാണ്. ഹെൽത്ത് അടിച്ച് കയറുമ്പോഴതാ നേരെ ഒന്നും നോക്കിയില്ല, UMP വെച്ച് ഒറ്റ അടിച്ച് നേരെ തലയും കൂട്ടിയടിക്കാൻ നോക്കി. ഓക്കെ, ഡ്രാഗ് നൈസായിട്ട് ഓനെ എടുത്ത് 3 റൗണ്ട് കമ്പാക്ക് കിട്ടി. ഇനി കളി ജയിക്കാനും കൂടി മതി. നോക്കാം. നമ്മൾ നേരെ ഡെസ്ക് വെച്ച് അപ്പതാകും പോകുന്നു. നേരെ ഡ്രാഗ് ചെയ്ത് നോക്കി, കുടുങ്ങിയില്ല. നമ്മൾ നേരെ ലൂട്ട്, പക്ഷെ ഗ്യാപ്പ് അടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അത്തൊരു ഒന്നുകൂടി ലൂട്ട്. നേരെ നോക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത്. ഒന്നും നോക്കിയില്ല, സ്നോ ഗ്രനേഡ് എടുത്ത് നേരെ അവൻ്റെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് അവൻ അത് അങ്ങനെ തന്നെ ഓടി. ഒന്നും നോക്കിയില്ല, 200 ഒറ്റടി നേരെ അവൻ്റെ തലയോട്ടി വിളിച്ച് ബുള്ളറ്റ് പോയി. 1 ടാപ്പ് കയറി. ഞാൻ അടുത്തുണ്ട് ഈ റൗണ്ട് കൂടി എടുത്താൽ കളി നമുക്ക് ജയിക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ, അറിയില്ല. ആണെങ്കിൽ ഡെസേർട്ട് വെച്ച് അള്ള കുത്തിപ്പിടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അജ്ജാതി കുത്തിപ്പിടി. 1 ടാപ്പ് അടിക്കാൻ പോരല്ല നോക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്നോ ഗ്രനേഡ് എക്സ്ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ നല്ല ഡാമേജ് വന്ന് അവസാനം കുത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊന്ന് 4-4 സ്കോർ. പിന്നെ ഡേഞ്ചർ വെച്ച് നേരെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഉള്ളിട്ടിട്ട് ബാക്ക് കൂടെ പോയി അവനെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു.